ഗുഡ് മോർണിംഗ്. പേര് പ്രമോദ് പി കെ ബാലകൃഷ്ണനാണ്. വീട് കോഴിക്കോട് കടലുണ്ടിയാണ്. കടലുണ്ടിയിലൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ ടേസ്റ്റോക്കെ പറയും. അത്രയും ഇല്ല. അതേപോലെ ക്ലാസ്സിന് ഓർഗനൈസേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ കേൾക്കാം. ഇവിടെ അങ്ങനെ വലിയൊരു ക്ലാപ്പൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലത് എത്തിയിട്ടില്ല. ചിലരെന്ന് നോക്കുന്നത് ശത്രുവിനെ നോക്കുന്ന പോലെയാണ്. അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. ഇത് കാഴ്ചക്കൊരു സീരിയസ് ആണ്. ഇതൊരു മാനുഫാക്ചറിംഗ് പ്രശ്നം ഇങ്ങനെ തന്നെയാണത്. ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ഈ ഹാപ്പി ഫാമിലിയെ പറ്റി പഠിപ്പിക്കാൻ വന്നാൽ നമ്മളൊരു ധാരണയൊന്നും വേണ്ട. എനിക്കങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ പഠിപ്പിക്കാറുണ്ട്. സംസാരിക്കാനേ അറിയാം. ഞാൻ വലിയ സന്തോഷമില്ല. കാരണം എനിക്കങ്ങനെ വലിയ സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ബന്ധു പോലും ഇല്ലാത്ത സ്ഥലമാണ്. വളരെ കുറച്ച് പ്രാവശ്യം മാത്രം ഞാൻ വന്നിട്ടില്ല. വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമുള്ള ഇരിക്കുന്ന സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ഏകദേശം 30-30ഓളം പുതിയ സൗഹൃദങ്ങൾ കിട്ടാൻ പോകുന്നത് എന്ന സന്തോഷം. ഞാനൊരു ട്രെയിനറാണ് എന്നതുകൊണ്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി പുതുക്കാവുന്ന ഒരു നല്ല സൗഹൃദം നിലനിർത്തി നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം. അറിയും റെഡി നല്ല വൈദ്യുതിണ്ടോ. ബാക്കി ആളുകളൊക്കെ വരും. ഒന്നുള്ളൂ. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയം. പഠിപ്പിക്കാൻ പോകുന്നതല്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ച് കുറച്ചു നേരം, വളരെ കുറച്ചു നേരം നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി കഥയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ പോകും. ഹാപ്പി ഫാമിലി എന്നതാണ്. ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളത് പെർഫെക്റ്റ് ഫാമിലി എന്നതൊന്നുമല്ല. നമ്മുടെ കുടുംബത്തില് നല്ല സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ഇല്ലെങ്കിൽ പോലും, പക്ഷെ തമ്മിൽ സംസാരമില്ലെങ്കിൽ അതൊരു ഹാപ്പി ഫാമിലി ആകുമോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ഈ സഹസ്ര എന്നൊരു വാക്ക് കേട്ടിട്ട് ഫെമിലറായിട്ട് പോകുന്നുണ്ടോ? സഹസ്ര അതാണ് സഹസ്രനാമം. സഹസ്രദളം. ഓക്കെ, വെരി ഗുഡ്. വേറെ സഹസ്ര എന്ന വാക്ക് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലും? സഹസ്രാബ്ദം. ഓക്കെ. പിന്നെ നമ്മൾ ചൊല്ലുന്ന ചില നാമങ്ങളിലൊക്കെ വരുന്നൊരു വാക്കാണ്. അതൊന്നും അല്ലാതെ ഇപ്പൊ പത്രങ്ങള് വളരെ റീസെന്റ് ആയിട്ട് കൊണ്ടാടിയ ഒരു പേരാണ് സഹസ്ര. അത് ആർക്കെങ്കിലും കണക്ട് ആവുന്നുണ്ടോ എന്നതാണ്. സഹസ്രിക. സഹസ്രിക കണക്ട് ആവും. രണ്ട് കുട്ടികളുടെ പേരാണ്. സഹസ്രിക. കേട്ടിട്ടില്ലെങ്കിൽ അതൊന്നും വലിയ തെറ്റൊന്നുമില്ല. സോഷ്യൽ മീഡിയ കൊണ്ടാടിയ, മാധ്യമങ്ങൾ കൊണ്ടാടിയ രണ്ട് പേരാണ്. കേരളത്തിൽ 59 സ്ഥാപിച്ചതിന് ശേഷം 1000ാമത്തെ കുട്ടിയെ ലഭിച്ചപ്പോൾ ആ കുട്ടിക്കിട്ട പേരാ സഹസ്ര. 1001ാമത്തെ കുട്ടിയെ കോഴിക്കോട് കിട്ടിയപ്പോൾ ആ കുട്ടിക്കിട്ട പേരാണ് സഹസ്രിക. അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത അനാഥ ശൈശവത്തിന് ജന്മം കൊടുക്കുന്ന ഒരു സംസ്കാരം മലയാളികൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്ന് ശിരസ് നമിച്ച് മാത്രം നമ്മൾ കേൾക്കേണ്ട, ശിരസ് കുറിച്ച് മാത്രം കേൾക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമാണ്. അമ്മയ്ക്കും വേണ്ടാത്ത, അച്ഛനും വേണ്ടാത്ത 1000ാമത്തെ കുട്ടിയെ കിട്ടിയത് വലിയ ആഘോഷത്തോടു കൂടി കൊണ്ടാടുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ക്ലിയറാണോ ഞാൻ പറയുന്നത്? സഹസ്രിക 1001ാമത്തെ കുട്ടിയെ പെൺകുട്ടിയെ കിട്ടിയത് കോഴിക്കോടാണ്. കോഴിക്കോട് നമുക്ക് വലിയ സംഭാവന ചെയ്യാൻ പറ്റില്ല. 3 വർഷം കൊണ്ട് 25ാമത്തെ കുട്ടിയാണ് കോഴിക്കോട് സംഭാവന ചെയ്തിട്ടുള്ളത്. അന്നത്തെ കുട്ടികളിലേക്ക് നമുക്ക് എവിടെയോ ചില മാറ്റങ്ങൾ വരുത്താനും, എവിടെയോ ചില മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങളെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗ്യാദർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. എവിടെയാണ് ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടത്? സാറാണ് എന്നെ ഇവിടേക്ക് പരിചയപ്പെടുത്തുന്നത്. ശ്രീപതി സാറാണ്. ശ്രീപതി സാറായിട്ട് 3 വർഷം മുമ്പത്തെ പരിചയവും അതിനുശേഷം ഹരിദാ സാറായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ സെഷൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ക്രൗഡിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനെ പറ്റി ചോദിക്കും. അപ്പം
നമ്മൾ ഈ പാരന്റിങ് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പാരന്റിങ്ങിനെ കുറിച്ച് കൂടുതൽ എടുക്കുന്ന ഒരു സെഷനാണ്. പാരന്റിങ് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. ഇവിടെ പാരന്റിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പാരന്റ്. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിലും ഒരു പാരന്റിങ് ഉണ്ട് കേട്ടോ, ഒരു സംശയമില്ല. ഗ്രാൻഡ് പാരന്റിങ്ങിലും ഒരു പാരന്റ്. സത്യത്തിൽ അങ്ങനെ പാരന്റിങ്ങിന് ഒരു സെഷൻ വേണോ എന്നുള്ളൊരു വലിയ ചിന്ത. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു സെഷനിലൊക്കെ പങ്കെടുത്തിട്ടായിരിക്കും നമ്മളെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മുടെ അച്ഛനും അമ്മേനൊക്കെ ഇതേപോലെ വിളിച്ചിരുത്തി എന്നെ പോലെ ഒരു ട്രെയിനർ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് ആ ട്രെയിനർ വന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ട്രെയിനറുടെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. പക്ഷെ ഇപ്പോഴത്തെ നല്ല ഹോട്ട് ബണ്ണ് പോലെ ഹോട്ട് കേക്ക് പോലെ നമ്മള് വില പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ ഇപ്പൊ വലിയ ആവശ്യമാണ്. പാരന്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ബുക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പാരന്റിങ്ങിനെ പറ്റി. എനിക്കൊക്കെ പലപ്പോഴും ഞാൻ ഈ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്കൊക്കെ തോന്നാറുണ്ട് എന്റെ അച്ഛനമ്മയൊക്കെ കൊടുക്കാൻ ഈ തിയറിയൊക്കെ പഠിച്ചത്. അവര് നമ്മളടുത്ത് അവർ പ്രയോഗിച്ചുകൊണ്ട് പല ഇതേപോലുള്ള പല തിയറികളും അവർ പ്രയോഗിച്ചതായിട്ട് നമ്മൾ പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. പാരന്റിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം ഹാപ്പി ഫാമിലിയിലേക്ക് മാറാം. ഇനി നമ്മൾ അധികം ആളുകളുണ്ടാവില്ലല്ലോ, വന്നുകൊണ്ടേ അത് നമുക്ക് ഈ പൊതുവെ അതിപ്പം പാരന്റ് ആണെങ്കിലും ശരി ഗ്രാൻഡ് പാരന്റ് ആണെങ്കിലും ശരി കുട്ടികളുടെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. സംഗതി എത്രയൊക്കെ കോട്ടിട്ട് മറച്ചാൽ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. എത്രയൊക്കെ കോട്ടിട്ട് മറക്കാൻ ശ്രമിച്ചാലും ഒറിജിനൽ കോഴിക്കോട് ഭാഷ ഇടയ്ക്ക് പുറത്തേക്ക് ചാടും. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ പുറത്തേക്ക് ചാടും. അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി, ഞാൻ അതിന് തൃശ്ശൂർ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ ഓക്കെ. ഇത് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ഇതിനൊരു ചാടി. അപ്പൊ നമ്മള് ഈ കുട്ടികളെടുത്ത് ഒരുപക്ഷെ നിങ്ങൾ ആസ് ഗ്രാൻഡ് പാരന്റ്സ് നിങ്ങളും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ്, അതെ അതിന്റെ ഒരു കളി ഒരു കളി എന്റെ അടുത്ത് നടക്കില്ല, അന്നെക്കാളും വലിയ കളി കളിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. വെറുതെ പറയാ. അപ്പൊ നിങ്ങൾ കുട്ടികള് ഈ കുട്ടികളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സ് അല്ല ഗ്രാൻഡ് ചിൽഡ്രനുള്ള ആളുകൾ അതുകൂടെ ചിന്തിക്കണേ. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കും. അവരുപയോഗിക്കുന്ന ചാറ്റ്, അവര് വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട, അവർ സ്നാപ്ചാറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ലോക്ക് തുറന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. കിട്ടില്ല, കിട്ടാനൊന്നും പോകുന്നില്ല, എന്താണെന്ന് വിചാരിക്കും. ഇനി അത് കിട്ടിയെന്ന് വിചാരിക്കും. എന്നിട്ട് എന്താക്കാനാ അവരയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ഒരിക്കലും അവർ അയക്കില്ല കേട്ടോ. ഒരു സെന്റൻസ് മുറിച്ചാണ് അവരയക്കുക. ആ ഒരു സെന്റൻസ് വായിച്ചാല് അർത്ഥം നമുക്ക് മനസ്സിലാവും. ഈ ക്രിഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുത്തശ്ശിക്ക് ഭയങ്കര ക്രിഞ്ചാവുന്നുണ്ട് കേട്ടോ, അമ്മക്ക് ഭയങ്കര ക്രിഞ്ചാണ്. ഈ ക്രിഞ്ച് എന്ന വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം കേട്ടു? ഈ ക്രിഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ എന്തൊക്കെയോ അർത്ഥം നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഇതായിരിക്കുമായിരിക്കും ഇതിന്റെ അർത്ഥം. ശരിയോ തെറ്റോ? നമ്മൾ സാധാരണ മെസ്സേജ് അയക്കും, നമ്മള് ഇമോജീസ് അയക്കാറുണ്ട് അല്ലെ? മെസ്സേജിന്റെ കൂടെ അല്ലെ? അതിന്റെ കൂടെ നമ്മൾ വിടാറുണ്ട് അല്ലെ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഹാർട്ട് ഷേപ്പിന്റെ അർത്ഥം എന്താ? ഹാർട്ട് ഷേപ്പ് ഇമോജി എന്ന് നമ്മൾ ഹാർട്ട് ഷേപ്പ് കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? കേട്ടില്ല, അതിന്റെ അർത്ഥം എന്താ? സ്നേഹം, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്ലൂ ഹാർട്ടിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ പിങ്ക് ഹാർട്ടിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ റെഡ് ഹാർട്ടിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ ഡബിൾ ഹാർട്ടിന്റെ അർത്ഥം എന്താ? നമുക്ക് എല്ലാത്തിനൊരു ചർച്ചയുണ്ട്. ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ വിരലിന്റെ അടുത്ത് ഏത് ഇമോജി ആണോ ഉള്ളത് നമ്മളത് സെൻഡ് ചെയ്യാറുണ്ട്. ശരിയോ തെറ്റോ? ഹലോ, ശരിയോ തെറ്റോ? പക്ഷെ നമ്മുടെ മക്കളെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ഓരോന്നിനും കൃത്യമായിട്ട് അർത്ഥമുണ്ട്. നമ്മുടെ മക്കൾ അയക്കുന്ന
നമ്മുടെ മക്കൾ അയക്കുന്ന മെസ്സേജിൽ ഒരു സെന്റൻസ് പോലും വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളാണ് മക്കളോട് പറയുന്നത് അങ്ങ് ഒരു കളി ഒരു കളി ക്ലിയർ ആണോ? ആദ്യം നമ്മൾ വലിയ സംഭവമാണെന്നുള്ള ചിന്ത മാറ്റി ക്ലിയർ ആണോ? നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് ചിന്ത മാറ്റി. ഞാൻ ചോദിക്കുന്നത്, നമുക്കാണോ നമ്മുടെ മക്കൾക്കാണോ ബുദ്ധിമുട്ട്? അങ്ങനെ പറയാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും സത്യത്തിൽ നമുക്കാണോ നമ്മുടെ മക്കൾക്കാണോ ബുദ്ധിമുട്ട്? ഒരു സംശയം വേണ്ട, അത് മക്കൾക്കാ. അല്ല, പ്രായോഗിക ബുദ്ധി കപ്പിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, കാര്യങ്ങൾ പറഞ്ഞില്ല. എന്നാലും ഫുള്ളായിട്ട് വിട്ടു തരാൻ പറ്റില്ല. ഞാനാണ് കൂടുതൽ ഓർമ്മ ഉള്ളത്, അതുകൊണ്ട് എനിക്കാണ് ബുദ്ധി കൂടുതൽ. ഓക്കെ, നമുക്കാണോ നമ്മുടെ അച്ഛനമ്മയ്ക്കായിരുന്നു ബുദ്ധി കൂടുതൽ? അങ്ങനെയല്ല, നമുക്ക് ഞാൻ കാലത്തിനനുസരിച്ച് കൂടുതൽ ചെയ്യാം. പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ എടുക്കുമ്പോ ഈ മൊബൈലിൽ ചില ആപ്പ് ഉപയോഗിക്കില്ല. മൊബൈലിൽ ചില ആപ്പ് ഉപയോഗിക്കും. അപ്പൊ നമ്മളിത് മോന്റെ അടുത്ത് കൊടുത്താല് മോനിത് സെക്കൻഡ് വെച്ച് ക്ലിയർ ആക്കി കഴിക്കും. അപ്പം ഒന്നും പറയൊന്നുമില്ല. പക്ഷെ മുഖത്തൊരു ചിരി ഉണ്ടാവും. സഹിക്കൂല. ഞാൻ ആ ചിരി വായിച്ചിരിക്കുന്നത് വലിയ പ്രേരണമാക്കൊന്നും അറിയില്ല. നമ്മുടെ മക്കൾക്ക് ബുദ്ധി കൂടുതല്. നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ അറിയും എന്ന് നമുക്കറിയില്ല. നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ അറിയും എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തൊക്കെ അറിയൂല എന്ന് മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. ക്ലിയർ ആണോ? വളരെ ഡേഞ്ചർ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. നമ്മളിതൊക്കെ പറയുമ്പോഴും നമുക്ക് മക്കളുടെ വലിയ സംഭവമാക്കാൻ വലിയ ഇഷ്ടമാണ്. ഇന്ത്യയൊക്കെ കാലത്തെ പറയൂ, ഇന്ത്യയൊക്കെ കാലത്ത് ഞാൻ 5 കിലോമീറ്റർ നമുക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾ ചിലപ്പം അവർ ഉറക്കെ ചോദിക്കും, അല്ലെങ്കിൽ അവർ മനസ്സിൽ ചോദിക്കുന്ന ഒരു ഉത്തരം എന്താണെന്നറിയോ? അതിന് ഇത് കാണുമ്പോ പറയുമല്ലോ, അതിന് ഞാനെന്താക്കണം? ക്ലിയർ ആണോ? അതാണ് അത്. ഈ അതിന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെന്താ? ക്ലിയർ ആണോ? പക്ഷെ നമുക്കിത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലിയർ ആണോ? നമ്മുടെ കയ്യിൽ ഒരു 70s മോഡല്, നമ്മുടെ കയ്യിൽ ഒരു 80s മോഡൽ ഒരു സ്കെയിൽ ഉണ്ട്. നമ്മൾ ജീവിച്ച് വളർന്ന കാലത്ത് നമ്മൾ കരുതി വെച്ച ഒരു സ്കെയില് നമ്മുടെ കയ്യിലുണ്ട്. ആ സ്കെയില് വെച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ തലമുറയെ അടക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമുക്ക് പിഴയ്ക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മൾ അതേ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ മക്കളെ അടക്കാൻ നോക്കുന്നത്. അവിടെ പിഴയ്ക്കുന്നുണ്ട് നമുക്ക്. ആ പഴകിയ സ്കെയിലൊന്ന് മാറ്റി വെക്കണം. നമുക്ക് പഴകിയ സ്കെയിലൊന്ന് മാറ്റി വെച്ചേ പറ്റൂ. മാറ്റി വെക്കാത്ത നിർത്തിയില്ല. നമ്മുടെ ഇനിയിപ്പോ വീണ്ടും നമ്മുടെ മക്കളെന്ന് ഞാൻ പറയുമ്പോ പേരക്കുട്ടികളിലുള്ള ആളുകൾ അതുകൂടെ ചിന്തിക്കണേ. ഞാൻ എനിക്ക് പറയാൻ എളുപ്പത്തിലാണ് ഞാൻ മക്കളും നമ്മുടെ മക്കളത്ര പ്രശ്നക്കാരാണ്. നമ്മുടെ മക്കൾ അത്ര പ്രശ്നക്കാരാണോ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. നമ്മുടെ മക്കളില് പോസിറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു 3 ക്വാളിറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ മക്കളിൽ പോസിറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ അവരുടെ ഒരു 3 ക്വാളിറ്റി മനസ്സിലാക്കുക. സുജാത, നിങ്ങൾ മനസ്സിൽ ഇപ്പൊ കണ്ട നമ്മുടെ മക്കളിൽ കണ്ട പോസിറ്റീവായിട്ട് ഒരു ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കി. അവരിൽ നിങ്ങൾ കണ്ട പോസിറ്റീവായിട്ട് ഒരു കാര്യം, ഒരു ഗുണം നമ്മുടെ മക്കൾക്ക് നല്ല സ്നേഹമാണ് എന്നാണ് സുജാത അല്ലെ? നല്ല സ്നേഹവും നല്ല കെയറിംഗ് ആണ് നമ്മുടെ മക്കൾക്ക് എന്നാണ് സുജാത മാമിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കും. ആ അഭിപ്രായത്തിന് അതെ, ഞാൻ എന്റെ സെഷനില്
എന്റെ സെഷനിൽ അങ്ങനെ വലിയ ഗ്രൗണ്ട് റൂൾ ഒന്നും ഇല്ല. ഞാൻ കൂടുതലും ട്രെയിനിങ് എടുക്കാറ്, അതായത് സാർ പറഞ്ഞ ഞാൻ കൂടുതലും ട്രെയിനിങ് എടുക്കാറ് കോർപ്പറേറ്റ്സിലെ ബിസിനസ് ആണ് ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത് ബിസിനസ്സാണ്. ബിസിനസ് ട്രെയിനിങ് ആണ് കൂടുതലും എടുക്കാറ്, കോർപ്പറേറ്റ്സിലൊക്കെ ക്ലാസ് എടുക്കാറ്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്താണ് അത് കോർപ്പറേറ്റ് സെക്ഷൻ ആണെങ്കിലും വാട്ട് എവർ ബി മൈ സെക്ഷൻ, എന്റെ സെഷനിൽ ഞാൻ വലിയ ഗ്രൗണ്ട് റൂൾ ഒന്നും വെക്കാറില്ല. അപ്പം നിങ്ങൾക്ക് സംസാരത്തിനിടയിൽ നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടോ, നിങ്ങൾ ഫോൺ എടുക്കും, അതൊന്നും എന്റെ വിഷയമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കണോ, നിങ്ങൾ സംസാരിക്കും. ഇനി അതല്ല ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീൽസ് കണ്ടോ, അതൊന്നും എന്റെ കൺസേണേ അല്ല. എന്റെ സെഷനിൽ ഒരൊറ്റ ഗ്രൗണ്ട് റൂൾ ചെയ്യും. അതിലൂടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യുക. അതിനൊരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നിർബന്ധമായിട്ട് ക്ലാപ്പ് ചെയ്യാം. അതൊരു ക്വാളിറ്റിയാണ്. മറ്റൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട, ഇപ്പം നമ്മള് ഈ കോർപ്പറേഷനൊക്കെ നമ്മൾ ഫസ്റ്റ് ലെവൽ മാനേജേഴ്സിന് ട്രെയിനിങ് എടുക്കുമ്പോൾ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ഒരു ടോപ്പിക്കാണ്. ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കുമ്പോൾ ഒരു ടോപ്പിക്കാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക്കാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ഇങ്ങനെ 180 മാർക്ക് വാങ്ങി വരുന്ന മകളോടും കിട്ടി 80 മാർക്കിന്റെ പേരിൽ നല്ലതൊന്നും പറയാതെ കിട്ടാതെ പോയ 20 മാർക്കിന്റെ പേരിൽ കുറ്റം പറയുന്നത്. 180 മാർക്ക് വാങ്ങി വരുമ്പോ മോനോടോ അല്ലെങ്കിൽ മോളോടോ എന്താ ചോദിച്ചോളൂ, എന്താ ചോദിക്ക, ബാക്കി ഓ ക്ലിയർ ആണോ? ടീച്ചറാണെങ്കിൽ എന്തായാലും ചോദിച്ചിട്ടുണ്ടോ? അവരോടും പറയാറുണ്ട് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. നമ്മളൊക്കെ ഈ ഏരിയയിൽ പറയട്ടെ, നമ്മളൊക്കെ വീട്ടിൽ കറിയിൽ ഉപ്പ് കൂടിയാലും നമ്മൾ കുറ്റം പറയും, കറിയിൽ ഉപ്പ് കുറഞ്ഞാലും നമ്മൾ കുറ്റം പറയും. കറിയിൽ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ മിണ്ടാവേയില്ല. ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് കറിയിൽ ഉപ്പ് കറക്റ്റ് ആണല്ലോ എന്നുള്ളത്? നോണ പറയണ്ട, ഒരു വരും. ഹസ്ബൻഡ് തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നൊരു നല്ലതാണ്. ഞാനിപ്പോഴും ഹസ്ബൻഡുമാരോടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെയൊന്നും പറയണം കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നും പറയണം. ബാങ്കിന്റെ അടുത്തൊക്കെ ഒന്നും പറയണം, കാണുന്നതും ബാങ്കിണ്ടല്ലോ, കാണുന്നത് ചുള്ളത്തി അയച്ചിട്ടുണ്ടോ എന്നൊന്നും പറയണം. പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളതാണ്. കൂതർ മാക്സിക്ക് വരുമ്പോൾ പറയുന്നത് ചുള്ളത്തി അയച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഇപ്പൊ സുജാതാമൻ പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ക്ലാപ്പ് ചെയ്യാം. അതിലൊരു വിട്ടുവീഴ്ച. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു സെഷനൊക്കെ ക്ലാപ്പ് ചെയ്യുന്നതിന് ഒരു വലിയ റോളുണ്ട്. അപ്പൊ ക്ലാപ്പ് ചെയ്യാനുള്ളത് അതൊരു ഗ്രൗണ്ട് റൂളായിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇനി മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമല്ല, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ക്ലാപ്പ് ചെയ്തു. അതൊക്കെ വലിയ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ക്ലാപ്പ് ചെയ്യുന്നതിൽ ഒരു മടിപ്പില്ല. ഓക്കെ, ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ. നമ്മുടെ മക്കളിൽ കണ്ട് പോസിറ്റീവായിട്ട് ഒരു ക്വാളിറ്റിയാണ് മക്കൾക്ക് നല്ല സ്നേഹമാണ്, മക്കൾക്ക് നല്ല കെയറാണ്. അതാ ഈ അഭിപ്രായത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. യെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം. നല്ലൊരു ക്ലാസ്, നല്ലൊരു ക്ലാസ്. അത് രണ്ടുപേരും ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്ന സാറ് കാണുന്ന പോസിറ്റീവായിട്ട് ഒരു ക്വാളിറ്റി അത് എന്താ? പോസിറ്റീവായിട്ട് നമ്മുടെ മക്കളിൽ സാറ് കണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യം അനുസരണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കള് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അനുസരിക്കാറുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്താല് എന്ന് അവർ ചോദിക്കും. എന്നിട്ട് അവരൊന്ന് കൺവിൻസ് ചെയ്യണം. ഇന്ന കാരണം കൊണ്ട് അത് ചെയ്യണ്ട എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് അനുസരിക്കുന്നതാണ് പേര്. വിജയൻ സാർ അഭിപ്രായത്തിന് നല്ലൊരു ക്ലാസ്. അത് ഞാൻ വിളിക്കുന്ന ആളുകളൊന്നും കഴിക്കും. മക്കൾക്ക് നല്ല സിംഗിൾ മെജോറിറ്റി കിട്ടിയിട്ടില്ല. അല്ല, കുട്ടികൾക്ക് ശരിയെന്നുള്ളത് ഞാൻ കയ്യിൽ നിർത്തണ്ട. വിജയൻ സാർ പറയുമ്പോ അതില്ല. ഇല്ല, നമ്മൾ പണ്ട് അനുസരിച്ച പോലെ
നമ്മൾ അച്ഛൻ പറഞ്ഞു എന്നുള്ളതൊന്നും അനുസരിക്കൊന്നുമില്ല. നീ ഇപ്പൊ പുറത്തു പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പോയാലെന്ന് തന്നെ ചോദിക്കും. ഇന്ന കാരണം കൊണ്ട് പോണ്ട എന്ന് അവരെ ബോധ്യപ്പെട്ടാൽ അവരനുസരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തോന്നി പോസിറ്റീവായിട്ട് നമ്മുടെ മക്കളുടെ ഒരു ക്വാളിറ്റി നല്ലതാണ്? മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അനാവശ്യമായിട്ട് ഇടപെടുന്നില്ല. ഇടപെടുന്നതിന് അവർ പ്രോത്സാഹിപ്പിക്കില്ല. അമ്മ എന്തിനാ ആ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് അവർ ചോദിക്കുകയും ചെയ്യും. അതൊരു നല്ല ക്വാളിറ്റിയാണ് എന്നാണ് പേര് സുനന്ദ. നല്ല കാപ്പ് കൊടുക്കും, നല്ല കാപ്പ് കൊടുക്കും. അതിന് അനുകൂലിക്കുന്ന ആളുകളൊന്നും കേൾക്കും, അനുകൂലിക്കുന്ന ആളുകളൊന്നും. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മുടെ മക്കളിൽ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നി, ഈ സ്വഭാവം അവർ തിരുത്തേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു ക്വാളിറ്റിയെ പറ്റി, ഒരു കാര്യത്തെ പറ്റി, ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഈ സ്വഭാവം അവർ തിരുത്തേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഒറ്റക്ക് സാറേ, നിങ്ങൾക്ക് തോന്നിയ ആ ഒരു കാര്യം മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. മാറ്റണമെന്ന് സാറിന് തോന്നിയാത്ത ഒരു സ്വഭാവം. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴോ കയറി വന്നിട്ടുണ്ടോ? ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടും നടക്കാത്തതായിട്ട് അവരുടെ ഒരു സ്വഭാവമുണ്ട്. അത് മാറ്റേണ്ടതാണ് എന്ന് നമുക്ക്, കുട്ടികളുടെ ആ ഒരു സ്വഭാവം മാറ്റേണ്ടതാണ് എന്ന് നമുക്ക് മൊബൈലിനോടുള്ള അവരുടെ ഓവർ അഡിക്ഷൻ മാറ്റണം എന്ന ആഗ്രഹമാണ്. ചോദിക്കാതെ തന്നെ പറഞ്ഞു. മറ്റൊരു പേര് ചെയ്യുന്നു, രാജലക്ഷ്മി. നല്ല കാപ്പ് കൊടുക്കും, നല്ല കാപ്പ് കൊടുക്കും. ആ ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊടുക്കും. മക്കൾ മൊബൈൽ ഫോൺ വയസ്സിലുണ്ട്. ഇപ്പൊ ഒരു 30 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ നോക്കണമെങ്കിൽ അവന് ഓഫീഷ്യലായിട്ട് അത് മൊബൈലിൽ തന്നെ ചെയ്തോണ്ടേ ഇരിക്കണം. അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചും കൂടി ചെറിയ കുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സ് ലെവലിലൂടെ ഒന്ന് ചിന്തിക്കണം. അപ്പോഴേ നമ്മള് ആ ഒരു ലെവലിൽ മെച്ചൂരിറ്റി ആവണേക്കോ. അപ്പം ആ ഒരു സമയത്ത് പിന്നെ രാജലക്ഷ്മി മാം, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ആരാണ് വെച്ചു കൊടുത്തത് എന്നൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. മക്കളെ കയ്യിലേക്ക് മൊബൈൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ള, എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര എളുപ്പ. നമ്മുടെ കാലത്തൊക്കെ എന്ത് ബുദ്ധിമുട്ടാലേ. നമ്മളെ കുട്ടികളൊക്കെ ആവുമ്പോ കാക്കേനെ കാണിച്ചു കൊടുക്കണം, പൂച്ചേനെ കാണിച്ചു കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, പമ്പരിപ്പാമ്പനെ കാണിക്കണം. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു കാർട്ടൂൺ വെച്ചാൽ എത്ര വേണമെങ്കിലും തിന്നോളും. ക്ലിയറാണോ? നമ്മൾ അതിലേക്കൊക്കെ തന്നെയാണ് വരുന്നത്. രാജലക്ഷ്മി മാം വലിയൊരു പോയിന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളിൽ നിന്നും മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന സ്വഭാവം മാറണമെന്ന്. നമ്മൾ എന്തൊക്കെ അതിലേക്ക് നമുക്ക് വരാം, അതിലേക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടേ നമ്മൾ പോകും. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കുമ്പോഴും നമ്മുടെ മക്കളുടെ പോസിറ്റീവായുള്ള ക്വാളിറ്റിയാണ്. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ മക്കളുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി ആയിക്കൊണ്ടില്ല. പിന്നെ എന്തിനാണ് ഒരു പാരന്റിങ്? മക്കൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഏരിയയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അവർക്ക് അവരുടെ ഏരിയയിൽ നല്ല കോൺഫിഡൻസ് ആണ്. പിന്നെ എന്തിനാണ് ഈ ഒരു പാരന്റ്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് പാരന്റിങ്? ഇതിൽ ഫുൾ ചോദ്യം കേട്ടോ. ഞാനെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഞാനിവിടെ ഒരു മോഡറേറ്ററിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം? ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം. എന്നാണ് നിർമ്മല മാമിന്റെ ആ അഭിപ്രായത്തിൽ നല്ല ക്ലാപ്പ്. അതെ, ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. വെയിട്ടിട്ട് കാക്കേനെ വിളിക്കുന്ന ചെയ്യുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അപ്പൊ നിർമ്മല മാം നന്നായിട്ട് നിർമ്മല മാമിന് വേണ്ടി നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു അച്ഛൻ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് നിർമ്മല മാമിന്റെ അഭിപ്രായം. സർ, നിങ്ങളുടെ അഭിപ്രായത്തിൽ വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് പാരന്റിങ്? ആസ് എ പാരന്റ്, വാട്ട് ഇസ് അവർ റോൾ? നമ്മള് മക്കളെ നല്ല വഴിയിലൂടെ അല്ലെ
ശരിയായ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക, അതിലൂടെ അവരെ നയിക്കുക എന്നതാണ് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വം എന്നതാണ് പിന്നെ അതല്ലാത്ത വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാം? ഇതല്ലാതെ നല്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുക, വേറെ എന്തെങ്കിലും പറയാം? അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ നല്ല സ്വഭാവ രൂപീകരണത്തിലൂടെ അവരൊരു മാതൃകാ പൗരനായിട്ട് വളർത്തിയെടുക്കുക എന്നതാണ് ഒരു അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം എന്നാണ് തന്റെ പേര്. അതല്ലാതെ വേറെ എന്തെങ്കിലും അഭിപ്രായം? എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ. പ്രശ്നത്തിനെ പറ്റിയിട്ടൊന്നും ഈ നോക്കണ്ട. പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ കൂടെ. പ്രശ്നത്തെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഞാൻ ഇന്ന് കൂടെ എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക എന്നതാണ്. കടലിൽ തപ്പിയോ, ഞാൻ കടലിൽ പോയിരുന്നെങ്കിൽ മറ്റുള്ളവരെ കൂടെ നമ്മളുണ്ട് കൂടെ എന്നൊരു ഉറപ്പ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുക എന്നതാണ് ഒരു അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം. എന്താണ് എന്റെ പേര്? ലളിത. ഞാൻ ചോദിക്കട്ടെ, കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഭാവി തലമുറയെ വാർത്തെടുക്കുക, അങ്ങനെ തന്നെയല്ലേ? ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം, ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വം എന്ന അഭിപ്രായത്തിനോട് വ്യത്യാസമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെ അഭിപ്രായം തന്നെയുണ്ട് വാർത്തെടുക്കുക. തൽക്കാലം ഞാൻ ഈ വാർത്തെടുക്കുക എന്നൊരു വാക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും ഈ വാർത്തെടുക്കുക. ഞാനെപ്പോഴും ശ്രീമതിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു തിയറി, ഏതെങ്കിലും ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. പ്രമോദിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയാറ്. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ബുക്കിനെ ഏതെങ്കിലും ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് പറയാറ്. അലിസൺ കോപ്ലിക് എന്നൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അലിസൺ കോപ്ലിക് നല്ലൊരു ഓതറാണ്. അവരുടെ ബുക്കിനെ പറ്റിയിട്ട് Alison Kopnick's അഭിപ്രായത്തിൽ the purpose of parenting is to make our children happy and successful. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം, ഒരു അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം മക്കളെ ഹാപ്പി ആക്കുക, സക്സസ്ഫുൾ ആക്കുക. മക്കളെ ഹാപ്പി ആക്കുക, മക്കളെ സക്സസ്ഫുൾ ആക്കുക. മക്കളെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ ഏറ്റവും നല്ല വിദ്യാലയത്തിൽ, ഏറ്റവും നല്ല കലാലയത്തിൽ ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുന്നത്. അവരെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നതാണ് ചോദ്യം. നമ്മുടെ മക്കള് ഹാപ്പിയാണോ എന്നതാണ് ചോദ്യം. നമ്മുടെ മക്കള് ഹാപ്പിയാണോ? ഭയങ്കര നിശബ്ദതയാണ്. നമ്മുടെ മക്കള് ഹാപ്പിയാണോ? നമ്മുടെ മക്കള് ഹാപ്പിയാണോ? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മക്കൾ ഹാപ്പി ആണോ എന്നത് നമുക്ക് ഉറപ്പുണ്ടോ എന്നത് തന്നെയാണ് എന്റെ ചോദ്യം. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ സക്സസ്ഫുൾ ആക്കുക, നമ്മുടെ മക്കളെ ഹാപ്പി ആക്കുക. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾ ഹാപ്പി ആണോ എന്നത് അറിയുക. എന്റെ ചോദ്യം ഇത് തന്നെയാണ്, നമ്മുടെ മക്കൾ ഹാപ്പി ആണോ എന്നതാണ്. നമ്മുടെ മക്കൾ സക്സസ്ഫുൾ ആണോ? അതിനോട് സംശയമില്ല. നമ്മുടെ മക്കൾ സക്സസ്ഫുൾ ആണോ? നിങ്ങളും വായിച്ചു ഞെട്ടിയിട്ടുണ്ടാവും. നിങ്ങളും വായിച്ചു ഞെട്ടിയിട്ടുണ്ടാവും. 6 മാസം മുമ്പത്തെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. നീറ്റ് പരീക്ഷയിൽ 99% മാർക്ക് വാങ്ങിയ കുട്ടി സൂയിസൈഡ് ചെയ്തു. ആ കുട്ടി സക്സസ്ഫുൾ അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും പ്രയാസമേറിയ എൻട്രൻസ് പരീക്ഷകളിലൊന്നാണ് നീറ്റ് എക്സാം. ആ നീറ്റ് എക്സാമിൽ 99% മാർക്ക് വാങ്ങിയ കുട്ടി സൂയിസൈഡ് ചെയ്തു. ആ കുട്ടി സക്സസ്ഫുൾ അല്ലേ? ഹാപ്പി ആയിരുന്നോ? IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ 50 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ
വാർഷിക വരുമാനം 100% ഉറപ്പിക്കാൻ പറ്റാവുന്ന ജോലി അഷ്യൂർ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനം IIT. IIT-യിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ഒരു അക്കാഡമിക് 83 കുട്ടികൾ സൂസൈഡ് ചെയ്തിട്ടുണ്ട്. 83 കുട്ടികൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടിലാണ്. എന്നിട്ടും നമ്മൾ പറയാം നമ്മുടെ മക്കൾ ഹാപ്പിയാണ്. ക്ലിയർ ആണോ? നമ്മുടെ മക്കള് ഹാപ്പി ആണോ എന്നുള്ളതാ. നമ്മുടെ മക്കളെ ഹാപ്പി ആക്കാൻ നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ളതാ. നമ്മുടെ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ എന്താ ചെയ്തോളൂ? അതാണ് അതിലേക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഹാപ്പി ആക്കാം, മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, ഞാൻ പറഞ്ഞല്ലോ ഗ്രാൻഡ് പാരന്റ്സിനാണ് ഞാൻ കൂടുതലും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർന്താണ് ആ പഠിക്കുന്നതൊക്കെ അവിടെ കേട്ടെ. അവർ ഹാപ്പി ആക്കാൻ വേണ്ടി അവരുടെ മക്കളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഇഷ്ടത്തിന് അവർ എത്ര പറ്റിയോ അത്ര പഠിക്കാൻ പറ്റും. കുറെ അമ്മമാരല്ല നീ ആയിരിക്കണം സ്കൂളിൽ ഫസ്റ്റ്, നീ പഠിക്കണം. അതൊക്കെ നമ്മള് അതിലേക്കൊക്കെ നമുക്ക് വരാം. താങ്ക് യു സോ മച്ച്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്റെ ചോദ്യം മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യും? നമ്മള് സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ, അതും നല്ല നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്നല്ല എന്റെ ചോദ്യം. നമ്മളിപ്പോ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അച്ഛനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അവരാഗ്രഹിക്കുന്നതൊക്കെ കേട്ടോ, അവരാഗ്രഹിക്കുന്നതൊക്കെ വാങ്ങി കൊടുക്കും. അവരാഗ്രഹിക്കുന്നതൊക്കെ വാങ്ങി കൊടുക്കും. നമ്മള് അവരാഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് പരസ്യത്തിലെ സ്വീറ്റ് പപ്പയും സ്വീറ്റ് മമ്മയും ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ജനറലൈസ് ഇംഗ്ലീഷിലായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നിച്ചേ ഞാൻ പറയട്ടെ. അവരാഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ അവരാഗ്രഹിക്കാനുള്ള അവസരം പോലും ഇല്ലാതെ വാങ്ങിക്കൊടുത്ത് പരസ്യത്തിലെ സ്വീറ്റ് പപ്പയും സ്വീറ്റ് മമ്മയും ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ചോദ്യം, നമ്മുടെ മക്കളെ ഹാപ്പിയാണോ എന്ന് തന്നെയാണ്. നമുക്കൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഒരു പുതിയ ഉടുപ്പ് കിട്ടുന്ന സമയത്ത്, ഒരു പുതിയ പെണ്ണ് കിട്ടിയ സമയത്ത്, ഒരു പുതിയ ചെരുപ്പ് കിട്ടിയ സമയത്ത് നമ്മൾ ആസ്വദിച്ചിരുന്ന സന്തോഷത്തിന്റെ തിളക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മക്കളുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടോ? കേട്ടില്ല. ക്ലിയറാണോ ഞാൻ പറയുന്നത്? നമ്മൾ അവർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കുക. അതിന് നമുക്കൊരു ന്യായം കിട്ടും. എനിക്കോ എന്റെ ചെറുപ്പത്തില് ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്റെ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. ക്ലിയറാണോ? വിചാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളൊക്കെ കുറെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കാം, ചെറുപ്പത്തിൽ 2 പേരിലധികം ചെരുപ്പോ ഷൂവോ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഉണ്ട്? ചെറുപ്പത്തിൽ 2 പേരിലധികം ചെരുപ്പോ ഷൂവോ? എനിക്കൊക്കെ ഒരൊറ്റ ചെരുപ്പ്. ഷൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഷൂ ഇല്ല. ചെരുപ്പേ ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഈ ചെരുപ്പ് തുന്നുക എന്ന് പറഞ്ഞൊരു പരിപാടി, നമ്മുടെ ചെറുപ്പത്തിൽ ചെരുപ്പ് തുന്നുക എന്ന് പറഞ്ഞൊരു പരിപാടി. അവസാനത്ത് തുന്നൽ കൂടും ചെരുപ്പ് കുറവായിരിക്കും. അപ്പോഴാണ് നമുക്ക് രണ്ടാമതൊരു ചെരുപ്പിനെ പറ്റി കിട്ടുക. ക്ലിയർ ആവുമല്ലോ പറയുന്നത്? എന്റെ ചെറുപ്പത്തില് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ അങ്ങനെ തന്നെ പറയുമ്പോഴേ അതിന് ഫീൽ കിട്ടുള്ളൂ. ഈ മൂട്ടില് റബ്ബറുള്ള ഒരു പെൻസിൽ കിട്ടുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇതിനർത്ഥം ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചതൊന്നും അല്ല. എനിക്ക് ഒരു ദാരിദ്ര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ദരിദ്ര കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. അത്യാവശ്യ സാമഗ്രിയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. അന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അന്ന് എല്ലാവരും ഇതേപോലെ പൊട്ടിയ ചെരുപ്പ് തുന്നിയിട്ട് തന്നെയാണ് എല്ലാവരും വരാറുള്ളത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം മൂട്ടിൽ റബ്ബറിൽ ഒരു പെൻസിൽ കിട്ടുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് കിട്ടാനില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മൂട്ടിൽ റബ്ബറുള്ള പെൻസിൽ കിട്ടാനില്ല. ഇത് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ പോയി വരണം, എന്നാൽ ഇത് കിട്ടുള്ളൂ. ദൈവം സഹായിച്ചു ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ ദുബായിലില്ല. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഈ പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നത് ആഗ്രഹത്തോടു കൂടി ആർത്തിയോടുകൂടി നോക്കി.
പിന്നെ അത് കിട്ടുന്നത് എപ്പോഴാന്ന് പറയും. പിന്നെ അത് കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാല് എന്റെ അമ്മയുടെ എന്റെ ചെറിയമ്മയുടെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പെൻസിൽ കൊടുത്തപ്പം അത് 100 പെൻസിൽ എനിക്ക് മേട്ടനും കൂടി ഏറ്റു തന്നു. ആ പെൻസിൽ കിട്ടിയ ദിവസം അന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സന്തോഷം കൊണ്ട് പിറ്റേത്തെ ദിവസം ഇത് കൊണ്ടുപോയി ക്ലാസ്സിലെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭം ആലോചിച്ച് ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉച്ചവരെയുണ്ട്, ഉച്ചയ്ക്ക് ശേഷം നേട്ടം. ആ പെൻസിൽ ഞാൻ കൂർപ്പിച്ചിട്ടേയില്ല. ആ പെൻസിൽ കൂർപ്പിച്ചിട്ടേയില്ല. കാരണം ഇത് കൂർപ്പിച്ച് തീർന്നു പോയാൽ കിട്ടുന്ന ഒരു വഴിയില്ല. ക്ലിയറാണോ ഞാൻ പറയുന്നത്? അപ്പം ഇവിടെ എത്ര ആളുകൾ ഈ 5 പൈസ 10 പൈസ ഒക്കെ കണ്ടിട്ട് നിൽക്കാറില്ല അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ 10 പൈസ ഒക്കെയാണ്, 25 പൈസ ഒക്കെ ആളെന്ന് പറഞ്ഞാൽ അവൻ റിച്ചസ്റ്റ് ആണ് ക്ലാസ്സിൽ. ഈ 10 പൈസ കിട്ടിയാൽ ആ 10 പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ പോയിട്ട് നമ്മൾ മുട്ടായി വാങ്ങും. അപ്പൊക്കെ മുട്ടായി എപ്പോഴാണ് ചോക്ലേറ്റ് ആയി. അന്ന് ഈ മുട്ടായി വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ ഷർട്ട് കൊണ്ട് കവർ ചെയ്യും. അധിക സമയത്ത് ഇത് കവർ ചെയ്യാനൊന്നും ഒരു സമയം കിട്ടില്ല. നമ്മളിത് കടിച്ചു പൊട്ടിച്ച് നമ്മളോടൊപ്പമുള്ള 5-6 സുഹൃത്തുക്കൾ പരസ്പരം പങ്കിട്ട് കഴിച്ച ആ മിഠായിയുടെ മാതിരിയും പിന്നെ കഴിച്ച ഒരു ബ്രാൻഡ് ചോക്ലേറ്റ് ഉണ്ടായിട്ടില്ല. അന്നതങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തപ്പോഴേ നമ്മൾ പഠിച്ചൊരു പാഠം ഉണ്ടായിരുന്നു. സൈക്കോളജി ഓഫ് ഷെയറിംഗ്, പങ്കുവെക്കലിന്റെ മനഃശാസ്ത്രം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ചിലപ്പോ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ 2 സൈക്കിൾ വാങ്ങിക്കൊടുക്കും. ക്ലിയറാണ്? വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 2 സൈക്കിൾ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അനിയന്റെ സൈക്കിള് ഏട്ടൻ എന്തെങ്കിലും ചെയ്ത് ആ സൈക്കിൾ കേടായാൽ നമ്മൾ ഏട്ടനോട് ചോദിക്കും, നീ എന്തിനാണ് അത് തൊട്ടത്? നിനക്ക് നിന്റെ കാര്യം നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോലെ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോലെ. എന്നിട്ട് ഇപ്പൊ നമുക്ക് വലിയ പരാതിയാ. ഈ കുട്ടിക്ക് ഒറ്റ കാര്യം മാത്രമേ സ്വാർത്ഥത. ക്ലിയറാണോ? നമ്മൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല. ക്ലിയറാണോ? നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവരാഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മക്കളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഞാനൊരു ബുക്കിന്റെ പേര് പറയാട്ടോ, വായിക്കാൻ താല്പര്യമുള്ള ആൾക്ക് നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ബുക്കിന്റെ പേര് ആൻഷ്യസ് ജനറേഷൻ എന്നതാണ്. ആൻഷ്യസ് ജനറേഷൻ ബുക്കിന്റെ ഓതർ ജോനാഥൻ ഹെയ്ഡിറ്റ്. ആ ജോനാഥൻ ഹെയ്ഡിന്റെ ആൻഷ്യസ് ജനറേഷൻ എന്ന ബുക്കിൽ പറയുന്നത് നമ്മുടെ മക്കളുടെ 80% പ്രശ്നങ്ങൾ തീരും മക്കൾ കളിക്കാൻ വിട്ടാണ്. നമ്മുടെ മക്കളെ കളിക്കാൻ വിട്ടാ മതി, അവിടെ 80% പ്രശ്നം വരും. ഏത് കളി? നമ്മുടെ മക്കളെ മോളിലെ പ്ലേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കളിപ്പിക്കുന്ന കളിയല്ല, അല്ലെങ്കിൽ അവരെ ടർഫിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കൺവെർട്ടത്തിരുന്ന് അവർ കളിക്കുന്ന കളിയല്ല. നമ്മുടെ ഒരു സൂപ്പർവിഷനും ഇല്ലാതെ, പാരന്റ്സിന് ഒരു സൂപ്പർവിഷനും ഇല്ലാതെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചിരുന്ന പാടത്തും പറമ്പത്തും ഓടി നടന്ന കളികൾ കളിച്ചാൽ അവിടെ 80% പ്രശ്നങ്ങൾ തീരും. ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ പരാതികളും മാറും. ഏതാണോ ഞാൻ പറയുന്നത്? നമ്മളൊക്കെ അങ്ങനെ കളിച്ചിരുന്ന ആളുകളാണ്. ശരിയോ തെറ്റോ? അന്ന് കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ എന്തൊക്കെ സംഭവിക്കാറുണ്ട്? അതെ, ഗ്രൗണ്ടിൽ എന്തൊക്കെ സംഭവിക്കാം? വീഴട്ടെ, പിന്നെ മുറി പറ്റട്ടെ, അടികൂടും, കൂടട്ടെ. നമ്മള് ഈ വഴക്കുണ്ടാവും. ഈ വഴക്കിനേക്കാൾ വഴക്കിന് ഒരു ഇംപ്രഷൻ കുറവാണ്. കച്ചറ ഉണ്ടാവും. നമ്മളെ കോഴിക്കോട് ഭാഷ എന്ന് പറ്റൂ. കച്ചറ ഉണ്ടാവട്ടെ, തെറി പറയും, കേൾക്കട്ടെ. ക്ലിയറാണോ? ഇതൊക്കെ കൂടിയതാ യഥാർത്ഥ ലോകം. എന്നിട്ട് നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ പ്രശ്നം ആരാധനക്ക് അച്ഛനൊക്കെ വന്നിട്ടാണോ ഒന്ന് ചോദിക്കുക? ആരത് പഞ്ചായത്താക്കുക? അവന് തന്നെ പഞ്ചായത്താക്കും. കാരണം എന്താ? ഇത് പഞ്ചായത്താക്കിയില്ലെങ്കിൽ നാളെ കളിക്കാൻ ആളും കഴിയില്ല. അതുകൊണ്ട് പോണതിന് മുമ്പ് തന്നെ പഞ്ചായത്താക്കും. ഇതാന്റെ പ്രശ്നം കൈ കൊടുത്ത്. നമ്മൾ ഈ കോർപ്പറേഷനൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ട്രെയിനിങ് എടുക്കുമ്പോൾ അതിൽ ഹോട്ട് പെണ്ണ് പോലെ നമ്മൾ നിൽക്കുന്ന ടോപ്പിക്കാണ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, നെഗോസിയേഷൻ സ്കിൽ. ഈ നെഗോസിയേഷൻ സ്കില്ലും ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ. ക്ലിയർ ആണോ?
ഇതിനൊക്കെയുള്ള അവസരം നമ്മൾ അവർക്ക് നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പരാതിയാ മക്കള് മക്കൾ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ചെയ്യണ്ടേ? മക്കളുടെ എനർജി കത്തു നിൽക്കുന്ന പ്രായത്തിൽ അത് ബേൺ ഔട്ട് ചെയ്യാൻ ഒരു സാധ്യതയും കൊടുക്കാതെ നമ്മുടെ 1500-2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ അവർ എന്താ ചെയ്യുക? ക്ലിയർ ആണോ? അവര് മൊബൈൽ ഉപയോഗിക്കേണ്ട, വേണ്ട, അവർക്ക് വേറെ ഓപ്ഷൻ കൊടുക്കും. അവർ വീട്ടിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുക, വീട്ടിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ മക്കൾ ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അവരെ ഈ മക്കളെ കളിക്കാൻ വിട്ടാൽ ഈ ഗ്രൗണ്ടിൽ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയും? തോൽക്കാൻ പഠിക്കുന്നുള്ളതാ. നമ്മുടെ മക്കൾക്ക് തോൽക്കാനുള്ള മനസ്സില്ല. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാ സ്പോർട്സിന് പങ്കെടുക്കാത്തതുകൊണ്ട്? അവർക്ക് ഓടാനും ചാടാനും അറിയാഞ്ഞിട്ടാ? അവർ സ്പോർട്സിൽ പങ്കെടുക്കാൻ തോൽക്കാനുള്ള മനസ്സില്ല അവർക്ക്. അതിലേക്ക് നമുക്ക് കുറെ പറയാനുണ്ട്. തോൽവി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. ജയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല തോൽവി. ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തോൽവിയുടെ തോത് കൂട്ടുക എന്നുള്ളതാണ്. ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. മുമ്പ് ഒരു 3-4 വർഷം മുമ്പത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു വലിയ തമാശ ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോ വലിയ തമാശ തോന്നി. ആ പത്രത്തിന്റെ ഏറ്റവും പുറം പേജിലാണ് ബ്രേക്ക് കണ്ടല്ലോ. അല്ലല്ല, എനിക്ക് ബ്രേക്ക് ഉണ്ട്. ഞാൻ ചൂടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ്. അല്ലല്ല, ഞാൻ ഹെഡാസാറിന്റെ ചോദിക്കാൻ വിട്ടുപോയില്ല. ഇടയിൽ ഒരു ബ്രേക്ക് പ്ലാൻ ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ നല്ല സമയത്ത് നമുക്ക് നിർത്താം. എനിക്കൊരു കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് വരാൻ. ഈ മാതൃഭൂമി പത്രത്തില് അതല്ലേ ഞാൻ പറഞ്ഞോണ്ട് വന്നത്. ഈ മാതൃഭൂമി പത്രത്തിൽ എനിക്ക് വലിയൊരു തമാശ തോന്നിയിട്ട് അതിന്റെ ഏറ്റവും പുറം പേജിലാണ്, ഏറ്റവും ബാക്ക് പേജിലാണ് ഇന്റർനാഷണൽ ന്യൂസ് ഉണ്ടാവും. ഇന്റർനാഷണൽ ന്യൂസ് മാതൃഭൂമി പത്രത്തിന്റെ ഏറ്റവും പുറം പേജ്. ആ പേജിൽ ഒരു ഫോട്ടോ, സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ വിഷുവിന് പടക്കം പൊട്ടുന്ന പോലെ ബോംബ് പൊട്ടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കരുണയുടെ കൈനീട്ടി നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ കടുത്ത അന്ധകാരം മാത്രം കാണുന്ന, വെളിച്ചത്തിന്റെ ഒരു കീറിന് പോലും സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന മക്കള് പക്ഷേ ഫോട്ടോഗ്രാഫറുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പുഞ്ചിരിയോടുകൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പത്രത്തിന്റെ പുറം പേജിൽ, ആ അതേ പത്രത്തിന്റെ ഉൾപേജിൽ കോഴിക്കോട്, നമ്മുടെ ലോക്കൽ പേജിൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഒപ്പനയ്ക്ക് 1ാം സമ്മാനം കിട്ടാത്തതിന്റെ പേരിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ 5-8 പെൺകുട്ടികൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന ഫോട്ടോ. ഒപ്പനയ്ക്ക് 1ാം സമ്മാനം കിട്ടാത്തതിന്റെ പേരിൽ ജീവിതം തന്നെ കൈവിട്ടുപോയി എന്ന അർത്ഥത്തിൽ എന്താ പറയാ, കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാ നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളുടെ മെന്റൽ ഇക്വിലിബ്രിയത്തിന് എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ മക്കൾക്ക് തോൽക്കാനുള്ള മനസ്സില്ല. നമ്മുടെ മക്കൾക്ക് തോൽക്കാനുള്ള മനസ്സില്ല. മക്കൾക്ക് തോൽക്കാനുള്ള തോൽവിയെ നേരിടാനുള്ള ഒരു മനസ്സുകൂടി കിട്ടും അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന്. ഇതുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ക്ലിയറാണോ ഞാൻ പറയുന്നത്? ക്ലിയറാണോ? ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ജോനാഥൻ അലിസൺ കോപ്നിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ളത് ചൈൽഡ് സൈക്കോളജിസ്റ്റ്. അവിടെ ഒരു ബുക്കിന്റെ പേര് കൂടെ പറയാം. ദ ഗാർഡനർ ആൻഡ് ദ കാർപ്പന്റർ എന്നാണ് ആ ബുക്കിന്റെ പേര്. ദ ഗാർഡനർ ആൻഡ് ദ കാർപ്പന്റർ. അതിൽ പറയുന്നത് 2 സ്റ്റൈലുണ്ട്. പാരന്റിംഗ് 2 സ്റ്റൈലുണ്ട്. ഞാൻ പാരന്റിംഗിന്റെ പ്രിൻസിപ്പിളിലേക്ക് ഒന്നും പോകുന്നില്ല. വാട്ട് ഈസ് authoritative parenting, what is autocratic parenting, what is telescopic parenting,
വാട്ട് ഈസ് ഹെലികോപ്റ്റർ പാരന്റിങ്, വാട്ട് ഈസ് ലൈറ്റ് ഹൗസ് പാരന്റിങ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇത് സിമ്പിൾ ആയിട്ട് രണ്ട് സ്റ്റൈലാണ് പറയുന്നത്. അതിലൊന്ന് പറയുന്നത് കാർപ്പൻറ്റർ സ്റ്റൈൽ പാരന്റിങ്. കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ ആശാരി, മരപ്പണിക്കാരൻ, അങ്ങനത്തെ ഒരു സ്റ്റൈല് പാരന്റിങ്. മരപ്പണിക്കാരൻ ഒരു തിയറി എങ്ങനെയാന്ന് വെച്ചാല് അയാൾ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലേ? അയാള് എന്താ പറയാ, ഞാൻ 7 അടി നീളവും 5 അടി വീതിയുള്ള ഒരു കട്ടിലിന്റെ പണിയാണ് തുടങ്ങുന്നത് എന്ന് തീരുമാനിച്ചാണ് ആ മരത്തിന്റെ മേലെ ഉളി വെച്ച് കൊട്ടുപടി കൊണ്ട് ആദ്യത്തെ അടി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് തീരുമാനിച്ചു. അല്ലാതെ കട്ടിലുണ്ടാക്കുന്ന അവസാനം കോഴിക്കൂടാവും. അതിനെ തീരുമാനിക്കുക. അവരുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മെഷർ ട്വൈസ് കട്ട് വൺസ്, 2 പ്രാവശ്യം അളക്കുക, 1 പ്രാവശ്യം കട്ട് ചെയ്യുക. അതാണ് അവരുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇതുപോലെ ചില പാരന്റിംഗ് ഉണ്ട്, ഇതുപോലെ ചില പാരന്റ്സ് ഉണ്ട്. ഞാനൊരു ഡോക്ടർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്നുള്ളത്. എനിക്കും അത് പറ്റിയിട്ടില്ല. കുട്ടീനെങ്കിലും എനിക്കൊരു ക്ലിയർ ആണോ? നിങ്ങൾക്ക് അങ്ങനെ ഡോക്ടർ ആവണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്നും കൂടി നീറ്റ് എക്സാം എഴുതാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നീറ്റ് എക്സാം എഴുതിക്കോ. അങ്ങനെ ഒരു ഏജ് ബാർ ഒന്നുമില്ല. നിങ്ങൾ പോയിട്ട് നീറ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഡോക്ടർ ആയിക്കോ. അല്ലാതെ നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ടൂളാണ് നിങ്ങളുടെ മക്കള് എന്നൊരു ധാരണ വേണ്ട കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാപ്പിയാൻ തോന്നിയ കാപ്പി നോട്ടോ. കാപ്പി നോക്കുന്നില്ല, കാപ്പിയാൻ തോന്നിയ കാപ്പി നോക്കും. അങ്ങനെ ഒരു പാരന്റിംഗ് ഉണ്ട്. മക്കൾ എന്താ പഠിക്കേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കുക. മക്കള് ഈ 10ല് ഫുൾ എ പ്ലസ് കിട്ടിയ പ്ലസ് 1 ഏതാ എടുക്കുന്നത്? സയൻസ്. ഇത് ഇത്ര വലിയ ചോദ്യമാണോ? 10ല് ഫുൾ എ പ്ലസ് കിട്ടിയ ഏതാ എടുക്കേണ്ടത്? സയൻസ്. എന്താരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് റിസോസിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ, സീംലെസ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ റിസോസിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, ഞാൻ അതിന്റെ പാനലിൽ ട്രെയിനർ. അത് ക്രിസ് ഗോപാലകൃഷ്ണൻ, പാർവതിബായി തമ്പുരാട്ടിയൊക്കെ മെന്റേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. ഞങ്ങൾ ഏകദേശം 89ഓളം സ്കൂളുകളായിട്ട് നമ്മൾ ടൈപ്പ് അയച്ചു. അതിലെ പെട്ടതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഭവൻസ്, പൂച്ചട്ടി, പൂത്തോട്ട അല്ലെ, പൂച്ചട്ടി ഒന്നും കൂടെ ഒരു സ്ഥലത്ത് പോട്ടൂർ. അപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ കേന്ദ്രയിൽ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം 89ഓളം വലിയ വിദ്യാലയങ്ങളായിട്ട് ഞങ്ങൾ ടൈപ്പ് അയച്ചിട്ടുണ്ട്. അപ്പം അതില് നമ്മള് കുട്ടികളുമായിട്ട് നമുക്ക് ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതില് നിങ്ങളുടെ മക്കള് നമ്മുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞു. ഒരു കുട്ടി നമ്മുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, സാർ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എസ്എസ്എൽസിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയതാണ്. ആ ഫുൾ എ പ്ലസ് വാങ്ങിയതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കണക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത്, എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ കാല് പിടിച്ച് വന്നിട്ടുണ്ട്, എനിക്ക് ഹിസ്റ്ററി പഠിച്ചാൽ മതി. ഹ്യൂമാനിറ്റീസോ? ഈ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കുടുംബക്കാരെ മുഖത്ത് നോക്കുക, കുടുംബക്കാരോട് എങ്ങനെയാ പറയാ മോൻ അല്ലെങ്കിൽ മകൾ ഹ്യൂമാനിറ്റീസ് അത്ര ഇങ്ങോട്ട് പോരല്ലോ, ഒരു സബ്സ്റ്റാൻഡേർഡ് സാധനം. സയൻസ് ആണെങ്കിൽ കൊള്ളാം, ബയോ സയൻസ് സൂപ്പർ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കുറച്ച് താഴെ. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? പ്ലീസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാർപ്പൻറ്റർ സ്റ്റൈൽ പാരന്റിംഗ് ആണത്. കാർപ്പൻറ്റർ സ്റ്റൈൽ പാരന്റിംഗ് പാരന്റ് തീരുമാനിക്കണം എന്താണ്. നമുക്ക് എന്തായാലും ഹാപ്പി ബ്രേക്ക്, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക്. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഈ ചായയും വെള്ളം അത് ട്രെയിനിങ് ഒന്നിച്ചു പോകില്ല, അതങ്ങനെയാണ്. എത്രയ്ക്കായാലും ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ നോട്ടം എന്റെ അടുത്തുള്ള തീരുവോന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്.